ജീവിത വിജയം നേടാൻ ആവശ്യമായ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിശ്വാസം. ബൈബിളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ കൽപ്പിച്ചാൽ ഈ മല നീങ്ങി കടലിൽ വീണുപോകും. എത്ര പേരിത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വചനമാണിത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതെ, അതിലും പറയുന്നത് ഒന്ന് മാത്രമാണ്: വിശ്വാസം. നമ്മുടെ വിശ്വാസം അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നേടാനാവാത്തതായിട്ടൊന്നുമില്ല എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. വെറുതെ വായിച്ചു നോക്കുന്നവർക്ക് തോന്നും, മലയോടോ നമ്മൾ കൽപ്പിക്കാനോ, നമ്മൾ പറഞ്ഞ ഉടനെ നീങ്ങിപ്പോകാനിരിക്കുവാണോ അത്? അങ്ങനെയൊക്കെ ചിന്തിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ വിശ്വാസം അത്ര വലുതാണെങ്കിൽ, അത്രയും 100% നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് പറയുന്നതെങ്കിൽ, നമ്മളതിനെ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ, എന്താണെങ്കിലും അത് സംഭവിച്ചിരിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. ശ്രീബുദ്ധൻ്റെ കോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും: നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? അതിലും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മളതായിത്തീരും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു പ്രോബ്ലം വരുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന അതിലാണെങ്കിൽ, അതേ പ്രശ്നവും അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് എന്ത് പ്രശ്നം വന്നാലും ഇത് ഞാൻ നേരിടും എന്ന് മനസ്സുകൊണ്ട് ദൃഢനിശ്ചയം എടുക്കുന്ന ഒരാൾക്ക് പല കാര്യങ്ങളെയും ഈസിയായിട്ട് കടന്നു പോകാൻ കഴിയും. അത് ഈസി ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും, പക്ഷെ അതും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമുക്കൊരു തലവേദന വന്നു, ഇന്നെനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളവിടെ കിടന്നു പോകും. പക്ഷേ ഇന്ന് എന്തു വന്നാലും ജോലിക്ക് പോയേ പറ്റുമെന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിലോ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തലവേദന കുറയുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നൊരു സമയമായിരിക്കാം. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ ഈ സമയത്ത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ്. കാണാമെന്ന് പറഞ്ഞ സമയമെത്തി. അവിടെ എത്തിയപ്പോൾ അതാ ഫ്രണ്ട് നിൽക്കുന്നു, ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഒരു റെയ്ബാൻ ഗ്ലാസും. ഒരു മാറ്റവും ഇല്ലല്ലോ, പക്ഷെ നല്ല ലുക്ക് വെച്ചിട്ടുണ്ട്. ആളിപ്പോൾ വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് നേരം വഴിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി സംസാരം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് കുറച്ച് ദൂരത്തായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ശരി, അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. പക്ഷെ വണ്ടി പോവില്ല, നടന്ന് തന്നെ പോകണം. അങ്ങനെ ഒരുമിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. നടന്ന് സംസാരിക്കുമ്പോൾ പണ്ടൊരിക്കൽ ട്രെയിനിൽ വെച്ചിട്ട് കണ്ടൊരു കാര്യം സംസാരിച്ചു. കണ്ടുമുട്ടിയെന്ന് പറയാനാവില്ല, ആൾ മറ്റേ ബോഗിയിലായിരുന്നു. ഇവിടെ ഒന്ന് ദൂരെ ഒന്ന് കണ്ടു എന്ന് മാത്രം. ഫോൺ നമ്പരും കയ്യിലുണ്ടായിരുന്നില്ല ആ സമയത്ത്, മിസ്സായി. പക്ഷെ എന്നാലും ആ പഴയ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സന്തോഷത്തോടെയാണ് നടക്കുന്നത്. പോകുന്ന വഴിക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു വണ്ടി, പക്ഷേ ഒരു കാറ്, ലക്ഷറിയാണ്, പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ട കളർ. കുറച്ച് നേരം അതിൽ നോക്കി നിന്നു. പിന്നെ സംസാരം അതിനെക്കുറിച്ചിട്ടായി, ഫേവറേറ്റ് കാർ. അങ്ങനെ നടന്ന് റെസ്റ്റോറൻറ്റിലെത്തുന്നു. ഇപ്പോൾ നിങ്ങളെ ഞാൻ റെസ്റ്റോറൻറ്റിലെത്തിച്ചില്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തയെ നമ്മൾ ഫോക്കസ് മാറ്റിവിടേണ്ടത്. ഒരു വിഷമം ഉണ്ടായാൽ ആ വിഷമത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാൻ പാടില്ല. വിഷമം ഉണ്ടാവും, മനുഷ്യന്മാരാകുമ്പോൾ സന്തോഷം പോലെ തന്നെ സങ്കടവും ജീവിതത്തിലുണ്ടാവും. പക്ഷേ സങ്കടം വന്നാൽ അതിലൊരിക്കലും ഫോക്കസ് ചെയ്തിരിക്കരുത്. കാരണം നമ്മൾ വീണ്ടും വീണ്ടും അതേപോലത്തെ സങ്കടങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. കാരണം നമ്മളൊരു മാഗ്നറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഞാനീ പറഞ്ഞ പോലെ മറ്റൊരു സന്തോഷത്തിലേക്കോ ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിലേക്കോ ഇഷ്ടപ്പെട്ടൊരാളിലേക്കോ തിരിച്ചു വിടുക. പതിയെ പതിയെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ ടെൻഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പതിയെ പതിയെ മനസ്സ് മറ്റൊന്നിലേക്ക് ചിന്തിച്ചു തുടങ്ങും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ.